ഗൈസ്, നിങ്ങളുടെ സ്വന്തം ദേവിക. അപ്പം നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ കെയറിനെ പറ്റിയാണ്. എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്കിൻ കെയർ വിത്തൗട്ട് യൂസിങ് എനി പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കാണെങ്കിൽ സ്കിൻ കെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, മുഖമൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം, കൈയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ വേണ്ടത്ര പൈസ ഇല്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനായപ്പോലും എൻ്റെ കയ്യിലും ആ സമയത്ത് എത്രയോ സമയത്ത് നമ്മൾ സീറോ ബഡ്ജറ്റായി ഇരുന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ എനിക്ക് പേഴ്സണലി ജെന്യുവൻലി ആണെങ്കിൽ ഫീൽ ചെയ്ത് ഞാൻ യൂസ് ചെയ്ത് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ 100% റിസൾട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നത്തില്ല ഒന്ന് ചെത്തിയൊക്കെ നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത്രയും നാളെ സ്കൂളിൽ നമ്മൾ എങ്ങനെ നടന്നാലും നമുക്കത് മാറ്റില്ല. കാരണം യൂണിഫോം അത് ഇതൊക്കെ യൂണിഫോം ഉള്ളവർക്ക് ഇട്ടുകൊണ്ട് പോയി. പക്ഷെ കോളേജിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കളർ ഡ്രസ്സ്, ചിലവർക്ക് യൂണിഫോം ആയിരിക്കും. എന്നാലും ഒരു വൈബൊക്കെ തോന്നുന്നത് നമുക്കിങ്ങനെ ചെത്തി നടക്കണം, കണ്ണൊക്കെ എഴുതി. അന്നേരമായിരിക്കും നമുക്ക് മര്യാദയ്ക്ക് കണ്ണെഴുതി നെയിലൊക്കെ ഒന്ന് വളർത്തി മുടിയൊക്കെ സ്റ്റൈലായിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പം നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ തോന്നും. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ കോളേജ് ഡേയ്സിൽ ചെയ്ത് എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 days തൊട്ട് ഞാൻ എങ്ങനെ വെച്ചാൽ പണ്ട് നമ്മുടെ ഈ ആയുർവേദ ബുക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അല്ലേ നമുക്ക് അറിയുള്ളൂ. ഞാനൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഫോണ് വളരെ റെയർ ആയിട്ടേ ഉള്ളൂ. നമ്മുടെ ഒന്നും വീട്ടിലില്ല, എല്ലാം ചെറിയ മറ്റേ നോക്കിയ ഫോണൊക്കെ ആയിരുന്നുള്ളത്. അല്ലാതെ ടച്ചും മറ്റേത് മറിച്ചതൊന്നും ഇല്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ, ഞാൻ കോളേജ് ലാസ്റ്റ് ഇയർ 3rd year ഒക്കെ ഇറങ്ങുന്ന സമയത്താണ് ഇതൊക്കെ ഭയങ്കര സെറ്റപ്പ് ആക്കി വന്നത്. അപ്പം ഞാൻ ആ ആയുർവേദ ബുക്ക് എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ വലിയ ദൈവം പോലെ ഞാൻ എവിടെയോ പോയപ്പോൾ ഈ സാധനം കണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിൽ നോക്കി ട്രൈ ചെയ്ത സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ആയുർവേദ കുറിപ്പുകളൊക്കെ എഴുതത്തില്ലേ, അപ്പം ഞാൻ എല്ലാവരോടും ഇത് പറഞ്ഞുകൊണ്ട് കിടക്കാം. എനിക്കിങ്ങനെ ഇങ്ങനെ നിങ്ങൾ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അന്നേരം സെറ്റ് ആകത്തുള്ളൂ. പനി വന്നപ്പോൾ ഞാൻ ആ ബുക്കിൽ നോക്കിയായിരുന്നു വീട്ടിലുള്ളവരുടെ അടുത്ത് അങ്ങനെയാണ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല എന്നുള്ള രീതിയല്ല, എന്നാലും നമ്മൾ അതിൽ നോക്കി പറഞ്ഞു കൊടുക്കും. അപ്പം നമ്മളിത് വിഷയത്തിന് തെന്നിമാറി പോകുന്നു. നമ്മൾ പറയാൻ വന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ ഫസ്റ്റ് വർക്കൗട്ടുള്ള ഒരു 7 days റൊട്ടീൻ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് എൻ്റെ പഴയ ഫോട്ടോ എനിക്ക് എവിടുന്നെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലിടാം, ഇല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം നമുക്ക് അത്രത്തോളമൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ നല്ല ടാൻഡായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 12th ആയപ്പോൾ ഇച്ചിരി ഗ്ലോ ഒക്കെ ആയി. അതിന് മുന്നേ നല്ല ടാൻഡായിരുന്നു. ടാൻഡായി ടാനിന്ന് ഞാൻ ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ അങ്ങനെ പാല് പോലെ വെളുത്തിട്ടൊന്നും അല്ല, ആവശ്യത്തിന് എൻ്റെ ബോഡി കളർ മാച്ചായിട്ട് എൻ്റെ ഫേസ് കളർ വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഓക്കെ ആയി തുടങ്ങിയതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത 7 days സ്കിൻ കെയർ ഇട്ടുന്നത്. ആ 7 days സ്കിൻ കെയറിൽ നമ്പർ 1 ഇൻഗ്രീഡിയൻറ്റ് എൻ്റെ ഫേസിൽ വർക്കൗട്ട് ആയത് നമ്മുടെ കടലമാവ് എന്ന് വെച്ചാൽ ബേസൻ ഫ്ലോർ എന്നല്ലേ അതിനെ പറയുന്നത്. കടലമാവാണ് എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ളത്. അപ്പം നോർമൽ ഞാൻ പാക്കറ്റിൽ കിട്ടുന്ന കടലമാവ യൂസ് ചെയ്തിട്ടില്ല. അതില്ല എന്ന് ഉണ്ടെങ്കിലോ ഇല്ല നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും മിക്സ് ആക്കിയിട്ടുണ്ട്, ട്രസ്റ്റഡ് ഇഷ്യൂസ് അങ്ങനെയൊക്കെയാണ്. നമ്മുടെ പൊരിക്കടല എന്നൊക്കെ പറയത്തില്ലേ, എനിക്ക് കറക്റ്റായിട്ടും എനിക്ക് അറിയത്തില്ല, പക്ഷെ നമ്മുടെ ഒരു മഞ്ഞ കളർ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിലിട്ടേക്കാം കേട്ടോ. ആ സാധനം പൊരിക്കടല എന്ന് പറയുന്ന സാധനം നമ്മൾ ഡയറക്റ്റ് അത് വാങ്ങിക്കാൻ കിട്ടും. കടല വെറുതെ നമ്മൾ ചവച്ച് തിന്നുന്ന സാധനമാണ്. അത് നമ്മൾ ജസ്റ്റ് പൊടിച്ചിട്ട് അത് യൂസ് ചെയ്താൽ മതി. അതും നമ്മൾ കടലമാവാണ്. എല്ലാം നമ്മുടെ കടല തന്നെയല്ലേ കടലമാവ്. അപ്പം കടലമാവ്, തൈര്, റോസ് വാട്ടർ, കുറച്ച് ഹണിയുടെ കാര്യം ഞാൻ പറയാം. കുറച്ച് ഹണി വെച്ച് ഞാൻ മിക്സ് ചെയ്ത് എല്ലാ ദിവസവും രാത്രി ഞാനാണെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ഓർക്കുന്നില്ല, എന്തൊക്കെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് മറക്കല്ലേ. കടലമാവ്, റോസ് വാട്ടർ, തൈര്, ഹണി വളരെ കുറച്ചേ ഉള്ളൂ. ഇത്രയും സാധനങ്ങൾ നല്ല മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഫേസിൽ നമ്മൾ എന്തായാലും നെക്കിൽ അപ്ലൈ ചെയ്യുക. ഒരിക്കലും മക്കൾ നെക്കിൻ്റെ ഇവിടെ ബാക്കിൽ മുടി നല്ല ബാക്കിലോട്ട് കെട്ടി വെച്ചിട്ട് നമ്മൾ ചെയ്യുക. കാരണം കടലമാവാണ് സാധനം മുടിയിലൊക്കെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇളക്കിയെടുക്കാൻ ഭയങ്കര മെനക്കേടാണ്. മിക്സ് ചെയ്ത് നമ്മൾ ഫേസ് ഫുള്ള് നല്ല അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 minutes കൂടുതൽ വെക്കാൻ വേണ്ടി ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. കാരണം ചിലപ്പോൾ ചിലവരുടെ സ്കിന്നിൽ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ അതിൽ കൂടുതൽ വെക്കണ്ട. അതിന് ശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്ത് അങ്ങനെ കിടന്നുറങ്ങും. ഞാൻ അന്ന് നമുക്ക് അതൊന്നും ഇല്ലല്ലോ, വേറെ ഒന്നും തേക്കാൻ വേണ്ടിയിട്ടോ സൺസ്ക്രീനോ മോയ്സ്ചറൈസോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കിടന്നുറങ്ങും. ഈ റൊട്ടീനാണെങ്കിൽ ഞാൻ 7 days ഫോളോ ചെയ്തു. അപ്പോൾ ഈ 7 days ഈ റൊട്ടീൻ ഞാൻ ഫോളോ ചെയ്തപ്പോൾ എൻ്റെ കംപ്ലീറ്റ്ലി എൻ്റെ ഫേസ് ടാൻ ആണെങ്കിൽ ഫുള്ള് മാറി. ഞാൻ 100% റിസൾട്ട് പറഞ്ഞു. നിങ്ങളിപ്പോൾ എന്തൊക്കെ വേണമെങ്കിലും ഉപയോഗിച്ച് നോക്കും. പക്ഷെ ഈ സാധനം 7 ദിവസം കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ നിങ്ങളുടെ ഫേസിലെ ടാൻ കംപ്ലീറ്റ്ലി റിമൂവ് ആയി നിങ്ങളുടെ ഫേസിൽ ഒരു ഗ്ലോ വരും. നമ്മൾ ചിലപ്പോൾ നല്ല പ്രോഡക്റ്റ് ഒക്കെ ഇടുമ്പോൾ നമ്മുടെ ഫേസിൽ ഇപ്പോൾ കണ്ട ചെറുതായിട്ട് ഇടും. ഞാൻ വലുതായിട്ട് പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ എൻ്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഞാൻ ലാസ്റ്റ് കാണിച്ചത് ആ സാധനം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം എനിക്ക് വലിയ ഗ്ലോ ഇല്ല അതിൽ. എന്നാലും ഞാൻ പറയുക അതുപോലൊക്കെ ഒരു ഗ്ലോ നമുക്ക് നാച്ചുറലി നമ്മുടെ ഫേസിനുണ്ടാവും. പക്ഷേ ഇതിലൊരു നെഗറ്റീവ് ഞാൻ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, ഞാൻ 7 ദിവസം കഴിഞ്ഞ് എൻ്റെ ഒരാഴ്ച, ആ 7 ദിവസം കഴിഞ്ഞിട്ടുള്ള ആ ഒരാഴ്ച
എൻ്റെ ഫേസ് നല്ല കിഡിലായിരുന്നു, നല്ല ഗ്ലോ. പ്രോഡക്റ്റ് ഒരു തേങ്ങാക്കൊല യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നല്ല ഗ്ലോ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ആ ഒരാഴ്ചയും കഴിഞ്ഞ് അടുത്ത ആഴ്ച സെക്കൻഡ് വീക്കിലോട്ട് പോകുമ്പം എൻ്റെ ഫേസിൽ എന്നുവെച്ചാൽ ആ ഫേസ് വെളുത്തിട്ടെന്ന് പറയത്തില്ല, വെളുപ്പുണ്ട്. പക്ഷേ വെളുപ്പം വെച്ചാൽ ടാൻ റിമൂവ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ടല്ലോ, അതുണ്ട്. പക്ഷെ നമ്മുടെ ആ ഗ്ലോ മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നത്. അപ്പം ഞാൻ എന്ത് റീസൺ എന്ന് പറഞ്ഞിട്ട് പിന്നെയും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണ്, എടി തേൻ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് എന്ന് വെച്ചാൽ എന്തോ ഒരു പേര് പറഞ്ഞു, ആ ഇൻഗ്രീഡിയൻ്റ് അല്ലേ, അത് എന്നും യൂസ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ടായിരിക്കും മേ ബി നിന്റെ സ്കിൻ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. വെച്ചാൽ കുറച്ച് ഡ്രൈ മാത്രമല്ല, പൊതുവേ എൻ്റെ സ്കിൻ കുറച്ച് ഡ്രൈ ആണ്, ക്ലൈമറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അങ്ങനെ ഓയിലി ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് വിൻ്റർ ആയിരുന്നു, എന്തെന്ന് ഓർക്കുന്നില്ല. വിൻ്റർ എന്ന് വെച്ചാൽ നമ്മുടെ വിൻ്റർ അറിയാലോ, ഡിസംബർ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പം നല്ല ഒരുമാതിരിയായി ഫേസ്. പിന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ തേൻ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം തേൻ വീക്ക്ലി നമുക്കൊരു 2 തവണ അല്ല 3 തവണ കൂടിപ്പോയി യൂസ് ചെയ്യാം. എന്ന് യൂസ് ചെയ്ത് ഈ 7 days റൊട്ടീനിൽ ഫുൾ ഡേ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ തേൻ യൂസ് ചെയ്യാം, 100% റിസൾട്ട് തരും. തേൻ നല്ല ഫേസ് നല്ല ഗ്ലോ ഒക്കെ തരും. ഫേസിന് ഗ്ലോ തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തേൻ യൂസ് ചെയ്യുന്നത്. അല്ല തേൻ തേച്ച് നമ്മൾ വെളുക്കും അങ്ങനത്തെ ഒരു സംഭവമില്ല കേട്ടോ. ഈ ടാൻ റിമൂവ് ചെയ്യാൻ മെയിനായിട്ട് കടലമാവും തൈരും റോസ് വാട്ടറൊക്കെ മിക്സ് ചെയ്ത്, റോസ് വാട്ടർ ഒരു ടോണിങ് എഫക്റ്റ് കൊടുക്കും. റോസ് വാട്ടറിൻ്റെ യൂസ് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു ടോണിങ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനം യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഇത്ര യൂസ് ചെയ്ത് പിന്നീട് ഞാനാണെങ്കിൽ അത് വിട്ടു. അതങ്ങനെ വിട്ടിട്ട് പിന്നെ കുറച്ച് നാൾ ശേഷം ഒന്നും യൂസ് ചെയ്തില്ല. ഫേസിന് വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഞാൻ പറഞ്ഞ ആ ഗ്ലോ ഒന്നും സാധനമില്ല. അപ്പം പിന്നെ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് അങ്ങനെ വിട്ട് ടാൻ പിന്നെയും ഫേസിലായി. കാരണം നമ്മൾ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പം പിന്നെയും ഫേസിലായി കഴിഞ്ഞപ്പോൾ അപ്പം പിന്നെ നമ്മുടെ ആയുർവേദ ബുക്ക് എടുത്തിട്ട് ഞാൻ പിന്നെയും തപ്പിയപ്പോൾ എനിക്ക് അടുത്തൊരെണ്ണം കിട്ടി, മഞ്ഞൾ. അപ്പം പച്ചമഞ്ഞളുണ്ടല്ലോ, പച്ചമഞ്ഞൾ തന്നെ വേണം, വേറെ ഒരു മഞ്ഞൾ യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ വേറെ ആൾക്കാർക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. സീരിയസ്ലി ഞാൻ പറഞ്ഞ എൻ്റെ കാര്യം പച്ചമഞ്ഞളാണ്. അപ്പോൾ പച്ചമഞ്ഞൾ, അപ്പം വീട്ടിൽ ഞാൻ അമ്മയുടെ ചോദിച്ചു, അമ്മ പച്ചമഞ്ഞൾ അമ്മ പറഞ്ഞു, എടി ചിലവർക്ക് അലർജി കാണും പച്ചമഞ്ഞൾ, അതുകൊണ്ട് നീ നോക്കിയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ എന്ന് പറഞ്ഞു. പച്ചമഞ്ഞൾ ഒരുപാട് പേർക്ക് അലർജി കാണും, എല്ലാവർക്കും സെറ്റ് ആവണമെന്നില്ല. മാത്രമല്ല പച്ചമഞ്ഞൾ ഡയറക്റ്റ്ലി ഒരിക്കലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം അത് നമ്മുടെ ഫേസിന് ചിലപ്പോൾ ആക്നെയും അങ്ങനത്തെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരുപാട് വരാൻ ചാൻസ് ആണ്. എൻ്റെ ഫേസിൽ ഇതേവരെ ആക്നെ വന്നിട്ടുള്ള ഫേസ് അല്ല, ആക്നെ വരുന്ന ഫേസും അല്ല, അതുകൊണ്ട് എനിക്കത് വരുത്തുമില്ല. സോ നമ്മൾ മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ചിന്തിച്ചിട്ട് മാത്രമേ യൂസ് ചെയ്യാവൂ, ഒന്ന് ട്രൈ ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാവൂ. അപ്പം ഞാൻ മഞ്ഞളുടെ കാര്യം പറയാൻ വെച്ചാൽ ഞാൻ എങ്ങനെ യൂസ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം വെച്ചാൽ മഞ്ഞളുണ്ടല്ലോ, പച്ചമഞ്ഞൾ സാധനം എനിക്ക് കിട്ടി. അത് നല്ല അരച്ച് നല്ല പേസ്റ്റ് ആക്കി എന്നും കിടന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരച്ചൊരു നമ്മൾ ഗ്ലാസ് ജാറില്ലേ, ഗ്ലാസ് കുപ്പി, അതിനകത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എനിക്ക് വേണ്ടുന്ന എടുത്തിട്ട് പശുവിൻ പാല് തന്നെ യൂസ് ചെയ്യണം. കാരണം ഞാൻ മറ്റേത് യൂസ് ചെയ്തപ്പോൾ വർക്കായില്ല, പശുവിൻ പാല് തന്നെയാണ് വർക്കായത്. അപ്പോൾ ഡയറക്റ്റ് പശുപാലുണ്ടല്ലോ അപ്പോൾ അതും കുറച്ച് മിക്സ് ചെയ്ത് ഇത് മിക്സ് ചെയ്യണം. അപ്പോഴെന്ന് വെച്ചാൽ മഞ്ഞളുടെ എഫക്റ്റ് ഇച്ചിരി കുറയും, ആ എരിയുന്ന എഫക്റ്റ് കുറയും. അത് ഞാൻ മഞ്ഞൾ ഡയറക്റ്റ് തെച്ചപ്പോൾ എനിക്ക് ദാണ്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ എരിഞ്ഞു, വേറെ ഒന്നും എരിഞ്ഞില്ല. പക്ഷേ പാലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഫേസും നെക്കും തെച്ചപ്പോൾ എനിക്ക് എങ്ങുമേ ആ ഒരു എരിയുന്ന ഒരു എഫക്റ്റ് കിട്ടില്ല. എരിയുമ്പോൾ നമുക്ക് ഒരുമാതിരി ഇങ്ങനെ ആവത്തില്ലേ, ആ ഒരു എഫക്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാനത് എങ്ങനെ വെച്ച് കിടന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഫുൾ ആ മഞ്ഞൾ ഫേസിലും ഇവിടെയൊക്കെ തേച്ച് കഴുത്തിലൊക്കെ തേച്ചിട്ട്, അന്നേരം കയ്യിലും കാലിലും ഒന്നും തേക്കുന്നില്ല, നിങ്ങൾ ചിന്തിച്ചോണം. ഫേസിലും കഴുത്തിലൊക്കെ മാത്രം തേച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി ഡെയിലി അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ കുറച്ച് നമുക്ക് ഡിഫറൻസ് നമുക്ക് നല്ല നോട്ടീസ് ചെയ്യാൻ പറ്റും. മഞ്ഞളും പാലും ഭയങ്കര എഫക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് വർക്കൗട്ട് ആവുന്നവർക്ക്. എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പക്ക ഡ്രൈയും അല്ല, പക്ക ഓയിലി അല്ല, കോമ്പിനേഷനും അല്ല, ഒരു നോർമൽ പോലത്തെ ഒരു സ്കിൻ ടൈപ്പുള്ള ഒരു ഫേസാണ് എനിക്ക്. അപ്പോൾ എനിക്ക് നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് നല്ല വർക്കൗട്ട് ആവുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, നല്ല വർക്കൗട്ട് ആവുന്നുണ്ട്. അതിനുശേഷം എൻ്റെ വെളിച്ചം വന്ന സമയത്താണെങ്കിൽ ഒലീവ് ഓയിൽ ഉണ്ടല്ലോ, നമ്മൾ ജോർദാനിൽ നിന്നാണെങ്കിൽ ഒലീവ് ഓയിൽ, ഫ്രഷ് ഒലീവ് ഓയിൽ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ആട്ടുന്ന ഒലീവ് ഓയിൽ പുള്ളിക്കാരൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മൾ സാധാ ഏതോ ഒരു കുപ്പിയിൽ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്, പക്ഷെ നല്ല സാധനം, ഫ്രഷ് സാധനം. അത് ഞാൻ എന്ത് ചെയ്തു, ഒലീവ് ഓയിൽ. എൻ്റെ സ്കിന്ന് മറ്റേ ഇതൊന്നും അല്ല. അന്നേരം കുറച്ച് വിൻ്റർ ക്ലൈമറ്റും കൂടെ വരുന്നത്, വിൻ്റർ എന്ന് വെച്ചാൽ ഡിസംബർ ആ സമയത്ത് കുറച്ച് ഫേസ് ഡ്രൈ ആവാൻ തുടങ്ങി എനിക്ക്. കാരണം നമ്മൾ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ലിപ്പൊക്കെ എൻ്റെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, ലിപ്പ് ഡ്രൈ ആയി നമ്മൾ പൊട്ടുന്ന അവസ്ഥകളൊക്കെ വരുന്നുണ്ട്.
ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ പേരെന്താണ് മഞ്ഞളും ഈ സാധനം തേച്ച് ഞാൻ കുറച്ച് നേരം വെച്ചേക്കും, ഒരു 3/4 മണിക്കൂർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പൊന്നും ഇല്ല, വെറുതെ വെള്ളത്തിലൊന്ന് ഭയങ്കര ഹാർഷായിട്ട് വാഷ് ചെയ്യാല്ല, ജസ്റ്റ് ഒന്ന് നോർമൽ വാഷ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒലീവ് ഓയിൽ ഉണ്ടല്ലോ, ഈ ഫ്രഷ് ഒലീവ് ഓയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഈ എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിൽ എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനം പ്യുവർ എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിലാണ് ആ സാധനം. കാരണം അതിൽ വേറെ ഒന്നും ഇല്ല, ഒലീവ് ഓയിൽ മാത്രമേ ഉള്ളൂ. ആ സാധനം എടുത്ത് ഫേസിൽ ഫുള്ള് നല്ല ഇങ്ങനെ തേച്ച് കൊടുക്കും. ഇങ്ങനെ നമ്മുടെ ആ മസാജ് ചെയ്യുന്ന ആ ടെക്നിക്ക് ഉണ്ടല്ലോ, ആ ടെക്നിക്കിൽ ഞാൻ തേച്ച് കൊടുത്തു. ഫുള്ള് എല്ലാ ദിവസവും ഞാൻ ചെയ്യും, എല്ലാ ദിവസവും ചെയ്ത് തേച്ച് കൊടുത്തു വെച്ചാൽ അപാര ഗ്ലോ ഫേസിൽ. വെച്ചാൽ ഗ്ലോ പണ്ടാരം അടങ്ങിയെന്നൊക്കെ പറയത്തില്ല, അത്ര ഗ്ലോ. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് 2nd ഇയർ പഠിക്കുമ്പോൾ എങ്കിലും ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ ഞാൻ കാണും, ഫോട്ടോസ് എവിടെയെങ്കിലും കാണും, ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടുതരാം. നല്ല ഗ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിൽ നല്ല ഗ്ലോ, ഒരു പ്രോഡക്റ്റ് പോലും യൂസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ ഈശ്വര ഇതെന്തെന്ന്. അന്നേരം നമുക്ക് ഈ ഗ്ലോയെ പറ്റി ഒന്നും അറിയത്തില്ല, എന്നാലും കൊള്ളാം, രസമുണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യാനേ തുടങ്ങി. അപ്പം ഈ 3 സാധനങ്ങൾ, ഒലീവ് ഓയിൽ, മഞ്ഞളും പാലും, പിന്നെ നമ്മുടെ ഈ കടലമാവും തൈരും റോസ് വാട്ടറും തേനുണ്ടല്ലോ, ഇത്രയാണ് എനിക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വർക്കൗട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ. വേറെ ഒന്നും എനിക്ക് അധികം വർക്കൗട്ട് ആയിട്ടില്ല. അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ സാധനങ്ങളൊന്നുമില്ല. അപ്പം ഇത്രയും വെച്ച് തന്നെ എനിക്ക് ഗ്ലോ ആവാൻ പറ്റുമെങ്കിൽ അപ്പം നിങ്ങൾക്കും പറ്റും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന് ശേഷം എല്ലാം ഓക്കെ, പക്ഷേ ഈ ഗ്ലോയും ഫേസിൽ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് പെർമനൻ്റ് അല്ല. ഇപ്പം ഞാനിപ്പോൾ ഇത് ഒരാഴ്ച യൂസ് ചെയ്യാതോ ഇല്ല, നമുക്ക് പിന്നെ ഗ്രാജ്വലി കുറച്ച് വരാം. വീക്കിലി ഒരു ത്രൈസ് എങ്കിലും നമ്മൾ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ പഴയ പോലെ നമ്മുടെ ഫേസിൽ സൺ ടാൻ അടിക്കും. കാരണം നമ്മുടെ നാട്ടിലെ പേര് നമുക്ക് നല്ലപോലെ അറിയാമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ യൂസ് ചെയ്യേണ്ട വരും. കാരണം എൻ്റെ ഫേസ് ആ സമയമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരുപാട് നാൾ നമ്മൾ ജോലിക്കൊക്കെ കയറിയിട്ടല്ലേ നമ്മൾ പൈസ കൊടുത്ത്. പക്ഷെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഞാനാണെങ്കിൽ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഈ അടുത്തിടയ്ക്ക് 1 വർഷം പോലും ആയില്ല യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് ആവശ്യത്തിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആവശ്യത്തിന് നമുക്ക് ഓക്കെ സെറ്റ് ആവാൻ പറ്റുമെന്ന് തോന്നിയ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ഈ ഡോട്ട് ആൻഡ് കീയുടെ പ്രോഡക്ട്സ് ഇതൊക്കെ എനിക്ക് സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കറണ്ടായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനും മോയ്സ്ചറൈസറും എന്നൊക്കെ പറഞ്ഞാൽ ഈ 2 സാധനമാണ്. പക്ഷേ ഈ 2 സാധനം നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ബ്ലൂ വേരിയൻറ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉണ്ടല്ലോ, ഈ 2 സാധനമാണ് കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന, ഞാൻ പറഞ്ഞില്ല ഹോസൂരാണ്, ഇവിടുത്തെ ക്ലൈമറ്റിന് ഇത് ഒട്ടും സെറ്റ് ആവുന്നില്ല. ഇവിടെ ഒന്നുകൂടെ തണുപ്പാണ്. എൻ്റെ ഫേസ് ഡ്രൈ ഔട്ട് ആവുന്നില്ല, കാരണം ഞാൻ ഒരു നല്ല ഫേസ് വാഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രോബയോട്ടിക്സ് റൈസ് വാട്ടർ നല്ല സാധനമാണ്, എനിക്കത് വർക്കായിട്ടും ഉണ്ട്. അതിനെപ്പറ്റി പിന്നെ പറയാം. ഹൈലറോണിക് ആസിഡ് ഒക്കെ ഉണ്ട് ഡ്രൈ ഔട്ട് ആവുന്നവർക്ക് നല്ല, പക്ഷെ ഇവിടെ ഡ്രൈ ആവുന്നില്ല. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് എനിക്ക് ഇവിടെ വർക്കൗട്ട് ആവുന്നില്ല. കാരണം ഞാൻ അവിടെ യൂസ് ചെയ്ത് വീട്ടിൽ യൂസ് ചെയ്തതിൻ്റെ അത്രയും നമുക്കിവിടെ സെറ്റ് ആവുന്നില്ല. എന്താ കാരണം കൊണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമുക്ക് എന്തായാലും നോക്കാം. അപ്പം ഞാൻ എത്രയാണ് പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും എന്തായാലും അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം നമ്മൾ എന്തെല്ലാം ചിലവാക്കുന്നു ഇത് ചിലവാക്കുക. ആൻഡ് ആൾസോ നമ്മുടെ ഹോം കെയർ റെമഡി എന്നും അന്നും ഇന്നും നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് വർക്കൗട്ട് ആവും. എല്ലാവരെയും പറമ്പിൽ മഞ്ഞൾ കാണുമായിരിക്കും, ഇല്ലെങ്കിൽ എവിടുന്നേലും എടുത്ത് കുഴിച്ചിടും. അത് തന്നെത്താനും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന സാധനമാണ്. മഞ്ഞൾ എന്ന് പറയുന്ന സാധനം അറിയാലോ നിങ്ങൾക്ക്, എവിടെയെങ്കിലുമൊക്കെ ഒരു ചട്ടി കുഴിച്ചിട്ടാലും ആ സാധനം മഴയൊക്കെ പെയ്ത് നല്ല സെറ്റായി വരുമ്പോഴത്തേക്കിനും ഉണ്ടാവും. പിന്നെ കടലമാവ് വലിയ പൈസ ഒന്നുമില്ല, നമ്മൾ വെറുതെ ചിപ്സ് വാങ്ങിച്ച് തിന്നാൻ കൊടുക്കുന്ന പൈസയാണ്. 5 രൂപയുടെ ലേസ് 10 രൂപയ്ക്ക് വാങ്ങിക്കുന്നതേ ആ പൊരിക്കടല പോയി വാങ്ങിക്കുന്നത്. തൈര് എല്ലാവരുടെയും വീട്ടിലുണ്ട്, തേനും കാണും, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് പറയുക. എനിക്ക് പറ്റാവുന്നിടത്തോളം ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് അന്നത്തെ ഇന്നത്തെ എപ്പോഴത്തെ എൻ്റെ ഫേസിൽ ഡിഫറൻസ് എനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് കമൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ ബൈ.